ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി പാട്രിയോട്ട് എന്ന ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. ഇന്ന് ട്രെൻഡിങ് ആയിരിക്കുകയാണ് ഈ ഒരു വാർത്ത. മമ്മൂട്ടി ഫിനിഷസ് ഡബ്ബിംഗ് ഫോർ സ്പൈ ത്രില്ലർ പാട്രിയോട്ട് എന്നുള്ളതാണ് നമുക്ക് അപ്ഡേറ്റുകളിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന മാസം ഏപ്രിൽ 23-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. മലയാളം കണ്ട ഏറ്റവും വലിയ ഒരു ചിത്രമാണ്. അത് ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും താരങ്ങളെ കൊണ്ടാണെങ്കിലും മികച്ച കഥയാണെങ്കിലും എല്ലാം കൊണ്ടും മികച്ച ഒരു സിനിമയായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളില്ല. എന്തായാലും ഇതുവരെയുള്ള ഹൈപ്പും കാര്യങ്ങളുമൊക്കെ സീറോയിൽ തന്നെയാണ് സിനിമയ്ക്ക് നിൽക്കുന്നത്. ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോഴും അത് താഴേക്ക് കുറയുന്നത് കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തീ പടരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴും അതൊരു നനഞ്ഞ പടക്കം പോലെ ഈ ഒരു സിനിമയുടെ കേസിൽ വരുന്നു. എന്തുകൊണ്ട് എന്നറിയില്ല. എന്തായാലും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കാൻ പോകുന്ന ദിവസമായിരിക്കും അത് എന്നുള്ളതാണ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ ഒരുമിച്ച് തിയേറ്ററുകളിലേക്ക് അല്ലെങ്കിൽ സ്ക്രീനുകളിലേക്ക് എത്തുമ്പോൾ ഒപ്പം നയൻതാരയും ഉണ്ടാകുമ്പോൾ അത് മലയാള സിനിമയുടെ ഒരു പുതുമയുള്ള കാഴ്ച തന്നെയായിരിക്കും. തീർച്ചയായും ഇതൊരു വമ്പൻ വിപ്ലവം സൃഷ്ടിക്കുന്ന സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ്. മഹേഷ് നാരായണൻ്റെ മികച്ച സിനിമകളെല്ലാം തന്നെ നമ്മളുടെ മനസ്സിലുള്ളതാണ്. ഇക്കുറി യാതൊരു മാറ്റവും ഉണ്ടാവില്ല, മികച്ച സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളത് ഡെഫിനറ്റായിട്ട് നമുക്ക് ഉറപ്പുമാണ്. ഇവിടെ മറ്റൊരു സന്തോഷകരമായ കാര്യമെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ഒപ്പം ലിസിയും പ്രിയദർശൻ്റെയും ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ വന്നു. പാട്രിയോട്ട് ഡബ്ബിംഗ് അവരുടെ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു. ഒരു പാൻ ഇന്ത്യൻ മൂവി തന്നെയാണ് റിലീസ് ചെയ്യാൻ പോകുന്ന മലയാളത്തിൻ്റെ എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊരു കാര്യം ഓർമ്മിക്കുകയാണ്. പഴയ ആ ഒരു കാലഘട്ടം എപ്പോഴേക്കോ നമ്മുടെ മനസ്സിൽ മിന്നി മായുന്നു. പ്രിയനും മമ്മൂക്കയുമായിട്ട് ആകെ 2 ചിത്രം മാത്രമാണ് വന്നതെങ്കിലും ഇനിയും ഒരു സിനിമ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതെ, മോഹൻലാലിനെ വെച്ച് 50ഓളം അല്ലെങ്കിൽ 50-ന് മുകളിലുള്ള സിനിമകൾ ചെയ്ത പ്രിയദർശൻ മമ്മൂട്ടിയെ വെച്ച് വെറും വിരലെണ്ണാവുന്ന 2 ചിത്രങ്ങൾ മാത്രം ചെയ്തു എന്ന് പറയുമ്പോൾ പലപ്പോഴേ പല കഥകൾ പണ്ട് പ്രചരിച്ചുവെങ്കിലും പിന്നീട് പ്രിയദർശൻ പറഞ്ഞു മമ്മൂക്ക ഡേറ്റ് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത്. ഇക്കുറി നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ലെജൻസിൻ്റെ എല്ലാവരുടെയും ഒരു മീറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പ്രിയദർശൻ്റെ 100ാമത്തെ ചിത്രം നമുക്കറിയാം മോഹൻലാലിനെ വെച്ചാണ് എന്നുള്ളത്. ഒരു പക്ഷേ അതിലും മമ്മൂട്ടി എത്തിയേക്കാം. അതൊക്കെ നമ്മളുടെ ഭാവനയാണ്. പക്ഷേ അതൊന്നുമല്ലാതെ പ്രിയദർശനും മമ്മൂട്ടിയും ചേർന്നിട്ടുള്ള ഒരു സിനിമ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതുവരെ അങ്ങനെ ഒരു വലിയ വിജയങ്ങൾ ഈ ഒരു കൂട്ടുകെട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രതീക്ഷയ്ക്ക് മുകളിൽ വാനോളം നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ പ്രാവശ്യമുള്ള മികച്ച 2 സിനിമകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത ലെവലിലുള്ള സിനിമകൾ തന്നെയാണ് ആ കാലഘട്ടത്തിൽ വന്നത്. പ്രത്യേകിച്ച് മേഘം പോലെയുള്ള ആ ഒരു സിനിമ വലിയ രീതിയിൽ എല്ലാവരെയും ദൃശ്യ വിസ്മയമാക്കുന്ന കാഴ്ചയും ഈ ഒരു കൂട്ടുകെട്ടിൽ കണ്ടു. വീണ്ടും ഇവർ ഒരുമിക്കുമ്പോൾ ഇതുവരെയുള്ള സിനിമയായിരിക്കില്ല, ഒരു വമ്പൻ ഹിറ്റ് തന്നെയാണ് വേണ്ടത്. കാരണം ഇവരൊക്കെ മലയാളത്തിൻ്റെ ലെജൻസ് തന്നെയാണ്. മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ ലെജൻസ് തന്നെയാണ്. മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയ്ക്ക് ഒരു സ്ഥാനമുണ്ടാക്കിയപ്പോൾ പ്രിയദർശൻ ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൽ നിന്ന് ഉള്ള സിനിമകളുടെ പാത പിന്തുടർന്ന് അവിടെ പോയി ഒരു വമ്പൻ ഡയറക്ടറായി മാറിയതാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടർ എന്ന് പറയാം. നോർത്ത് ഇന്ത്യ കീഴടക്കിയ ഡയറക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണെങ്കിലും ഈ ഒരു കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരട്ടെ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിനിമയുടെ മമ്മൂട്ടിയുടെ ഭാഗം, അതായത് നേരത്തെ തന്നെ മോഹൻലാലിൻ്റെ ഡബ്ബിങ്ങും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിരുന്നു. മമ്മൂക്കയുടെ ഇപ്പോഴാണ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആരൊക്കെയാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഇതുവരെയുള്ള ഹൈപ്പിനെ കുറിച്ചുള്ള കമൻസുകൾ എന്ന് പറയാം. എന്താണെങ്കിലും ഒരു വമ്പൻ ആകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഒപ്പം പ്രിയദർശനും മമ്മൂട്ടിയും ഒരിക്കൽ കൂടെ ഒരുമിക്കും എന്നുള്ള മോഹവും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.